ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആധുനിക കാലത്ത് അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും പുതിയ തലമുറയ്ക്കാവണമെന്ന് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ പപ്പൻ നരിപ്പറ്റ പറഞ്ഞു. പള്ളൂർ ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുമ കൂട്ടായ്മ പോയ വർഷം സംഘടിപ്പിച്ച വേറിട്ട പരിപാടികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പിന്നണി ഗായകൻ എം മുസ്തഫ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ കെ പള്ളൂർ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് പള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക പി മേഘ്ന, റിട്ടയർഡ് അധ്യാപകൻ CH പ്രഭാകരൻ, അനിൽ വിലങ്ങിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ട്രഷറർ അൻസി അരവിന്ദ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ടി രാജേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KM സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കുട്ടികളും മുതിർന്നവരും ചേർന്ന് നയിച്ച കലാസന്ധ്യ വാർഷികാഘോഷത്തിന് മിഴിവേകി. അസോസിയേഷനാണ് ഇന്ന് 10ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്നത്. 10 വർഷത്തോളം ഇതിനെ നയിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതിന് സാമ്പത്തികം വേണം, ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുപോകണം. ശ്രീ രാജൻ, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹം എൻ്റെ ഒരു കരിങ്കടൻ എന്നൊരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അത് സത്യത്തിൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, ഓർമ്മയില്ല. സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ സംവിധായകൻ ശരിക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. എല്ലാവരെയും കാണാൻ പറ്റില്ല. ഒരു പ്രത്യേക മൂഡിലാണ് പലപ്പോഴും സിനിമ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇത്തരത്തിലൊരു അസോസിയേഷനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇത്തരം കൂടിച്ചേരലുകൾ, നമ്മൾ കഴിവുള്ള ഒരുപാട് അമ്മമാരുണ്ട്, മക്കളുണ്ട്, അനിയനുണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ കഴിവുകളെ തെളിയിക്കാൻ ഇതൊരു വേദി തന്നെയാണ്. ഒരുപാട് ഇത്തരം സാംസ്കാരിക വേദികളിൽ ഞാൻ ഈ വർഷം തന്നെ ഒരു 19 വേദികളിലെങ്കിലും ഇതിനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ സാംസ്കാരികം എന്ന് പറയുമ്പോൾ കേൾക്കാൻ ആള് കുറവായിരിക്കും. ഒരു 15 ആള്, 20 ആള്, 30 ആള് കൂടുതൽ ഞാൻ എവിടെയും കാണാറില്ല. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുമയിൽ കണ്ട ഇത്രയും കൂട്ടായ്മ, ഈ ഒരുമയെ ഞാൻ ആദ്യമേ പ്രതികരിക്കട്ടെ. ഇതിന്റെ സംഘാടക മൊത്തൊക്കെ ഞാൻ തെളിച്ചം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ വന്ന് ഓഫീസ് റൂമിൽ ഇരുന്നപ്പോ എല്ലാവരുമായിട്ടും സംസാരിച്ചു. ശ്രീ മുസ്തഫ, അദ്ദേഹം വളരെ മുഖം, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ കണ്ടു പറഞ്ഞൊരു മുഖം ആയിരിക്കാം, മേബി, ഒരു പക്ഷെ അറിയില്ല. അങ്ങനെ